ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കെഎസ്ആർടിസി ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ കുടുംബവും തമ്മിലുണ്ടായ തർക്കത്തിൽ മെമ്മറി കാർഡ് സംബന്ധിച്ച പരിശോധനാ ഫലം വൈകാതെ പുറത്തുവരും. മെമ്മറി കാർഡ് തർക്കത്തിന് ശേഷം ഊരിമാറ്റിയതാണോ നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ലേ എന്നതിൽ ആണ് സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. അതേസമയം അഭിഭാഷകനായ ബൈജു നോയലിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സച്ചിൻ ദേവ് MLA, ഭാര്യയും മേയറുമായ ആര്യ രാജേന്ദ്രൻ എന്നിവർ അടക്കം 5 പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ സംഭവമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണിപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതും കോടതിയുടെ നിർദ്ദേശപ്രകാരം. തുടർ നടപടികൾ എന്തൊക്കെയാണ്? അഭിലാഷ്, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ സംഭവം നടക്കുന്ന 27-ന് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ ഡ്രൈവർ യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്ന വിവരമാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ വിവരം KSRTCക്ക് ഇന്ന് തന്നെ റിപ്പോർട്ടായി നൽകുമെന്നും അറിയുന്നു. അതായത് ഡ്രൈവിങ്ങിനിടയിൽ ഫോൺ ഉപയോഗിച്ചു എന്ന മറ്റൊരു കണ്ടെത്തൽ കൂടി. യദുവിൻ്റെ ഈ റോഡിലെ പെരുമാറ്റം സംബന്ധിച്ച് നിരവധി പരാതികളാണുള്ളത്. ഇതുതന്നെയാണ് മേയറുടെ കുടുംബവും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് ഇടയാക്കിയതും. യദുവിൻ്റെ അന്നത്തെ സർവീസ് ഈ ഫോൺ രേഖകൾ പരിശോധിക്കുകയായിരുന്നു. ഇതിലാണ് യദു 1 മണിക്കൂറോളം ഫോണിൽ ഡ്രൈവിങ്ങിനിടെ സംസാരിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. അതായത് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ പരമാവധി 2 സ്ഥലത്താണ് വിശ്രമം വേണ്ടിവരിക. അവിടെ തന്നെ ഒരു സ്ഥലത്ത് പരമാവധി 10 മിനിറ്റോ 15 മിനിറ്റോ ആണെങ്കിൽ പോലും അദ്ദേഹം സംസാരിക്കുന്നത് ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ എന്ന ഒരു സമയമാണ്. അത്രയും സമയം ഇല്ല. നമുക്ക് ബസ്സുകൾ സഞ്ചരിക്കുമ്പോൾ അറിയാം 10 മിനിറ്റൊക്കെയാണ് ഹാൾട്ട് വരുന്നത്. അങ്ങനെ 20 മിനിറ്റ് നിർത്തിയിട്ടാൽ പോലും 1 മണിക്കൂർ എന്ന ഒരു സമയം, അതായത് ഡ്രൈവിങ്ങിനിടയിൽ യദു ഫോണിൽ സംസാരിച്ചു എന്ന കാര്യം, ഇത് പോലീസിൻ്റെ ഒരു കേസ് എന്നതിനപ്പുറത്തേക്ക് KSRTCയുടെ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ വിവരം KSRTCക്ക് കൈമാറാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. യദുവിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ മൊഴികളിലും വലിയ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഈ സിനിമാ താരം നൽകിയ പരാതി, അത് ആദ്യം തള്ളിക്കളഞ്ഞത് തൃശ്ശൂർ വരെ ബസ് ഓടിക്കുന്ന താൻ എങ്ങനെ കുന്നംകുളത്തേക്ക് പോകുമെന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ഈ വിവരം KSRTCയുടെ ഈ സർവീസ് ആയി ബന്ധപ്പെട്ട ആ ലോഗ് ബുക്കിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അന്ന് ഈ ചലച്ചിത്ര താരം പറയുന്ന ദിവസം ജൂൺ 19, ആ ദിവസം വഴിക്കടവ് സർവീസ് നടത്തി തിരികെ വരികയായിരുന്നു യദു. ആ ബസ് ഓടിച്ചത് യദു തന്നെയായിരുന്നു. അക്കാര്യം സ്ഥിരീകരിച്ചു. പക്ഷേ ഇന്നലെ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് യദു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. തനിക്ക് അറിയില്ല, മറന്നുപോയി, ഡിപ്പോയിൽ പോയി പരിശോധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. MVD ഇടപെട്ടാണ് അന്നത്തെ തർക്കം പരിഹരിച്ചത്. അതായത് തൊട്ട് മുൻ വർഷം ജൂണിൽ നടന്നൊരു സംഭവമാണ്. MVD ഇടപെട്ട് പരിഹരിച്ച പ്രശ്നം മറന്നുപോയി എന്നാണ് യദു പറയുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ യദു മജിസ്ട്രേറ്റ് കോടതി 3-ൽ കഴിഞ്ഞ ദിവസം ഒരു ഹർജി നൽകിയിരുന്നു. അതിൽ സച്ചിൻ ദേവ്, ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർക്കെതിരെ 5 പേർക്കെതിരെ കേസെടുക്കണമെന്നതായിരുന്നു ആവശ്യം. കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയെങ്കിലും മൊഴിയെടുത്തതല്ലാതെ FIR രേഖപ്പെടുത്തിയില്ലെന്നായിരുന്നു പരാതി. അതേ തുടർന്നാണ് ഈ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് നൽകിയത്. എന്നാൽ അതിനു മുൻപ് തന്നെ മറ്റൊരു അഭിഭാഷകൻ നൽകിയ പരാതിയിൽ കോടതി നിർദ്ദേശം നൽകുകയും കന്റോൺമെന്റ് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും കഴിഞ്ഞ ദിവസം തന്നെ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തു. സംഘം ചേരൽ, പൊതുഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. അടുത്ത ദിവസം യദുവിൻ്റെ ഹർജിയും പരിഗണിക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ പോലീസും വിശദമായ അന്വേഷണം, KSRTC ആഭ്യന്തര സെല്ലിൻ്റെ അന്വേഷണം, മേയറുടെ കുടുംബം വാഹനം തടഞ്ഞത് അത് അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്നവർ ചെയ്തത് ശരിയാണോ എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. അത് തെറ്റാണെന്ന വാദങ്ങൾ ഉയരുന്നു. അതേസമയം തന്നെ ഒരാളെ റോഡിൽ തുടർച്ചയായി മോശം പ്രവണത കാണിക്കുന്ന ഒരാളെ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ സ്ത്രീകളോട് ഉൾപ്പെടെ വളരെ മോശമായി പെരുമാറുകയും അത്തരത്തിൽ കേസുകൾ ഉണ്ടാകുകയും ആ കേസുകൾ ഒത്തുതീർപ്പാകുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്ത ഒരാൾ തുടർച്ചയായി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നുവെന്ന ആക്ഷേപം നേരിടുന്ന ഒരു ഡ്രൈവർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം സംബന്ധിച്ചുള്ള പലവിധ വിമർശനങ്ങൾ, സ്വഭാവ ദൂഷ്യം സംബന്ധിച്ച് ആക്ഷേപങ്ങൾ, പരാതികൾ ഇതെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളിൽ സ്ത്രീവിരുദ്ധത ഉണ്ട് എന്നതാണ് മറ്റൊരു ആരോപണമായി വരുന്നത്. അദ്ദേഹം എല്ലാ പ്രതികരണങ്ങളിലും അദ്ദേഹം പറയുന്നത് സ്ത്രീകൾ പരാതി നൽകിയാൽ നിയമം അവർക്കൊപ്പം നിൽക്കും. വനിതാ മാധ്യമ പ്രവർത്തകരോടും പോലും പറയുന്നത് നിങ്ങൾ ഒരു പരാതി കൊടുത്താൽ നിങ്ങൾക്ക് അനുകൂലമായാകും കാര്യങ്ങൾ വരിക. അതായത് ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഉരുണ്ട് കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായി പറഞ്ഞുകൊണ്ട്
മൊഴികൾ മാറ്റിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ്. മേയറെ കുറ്റപ്പെടുത്തുന്ന ഒരു വശത്ത് തന്നെ അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ യദുവിനെ വെള്ളപൂശാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നതുകൂടി ഒരു വസ്തുതയായി നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ മൊഴികൾ ഈ തൃശ്ശൂരിനപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നാൽ ഇന്നലെ മൊഴി മാറ്റുന്നു. അതോടൊപ്പം ബസ്സിനടുത്തേക്ക്, ഈ സംഭവത്തിന് ശേഷം ആ ബസ്സിനടുത്തേക്ക് താൻ പോയിട്ടില്ല എന്ന് പറയുന്ന ആൾ CCTV ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ഡോറിനടുത്ത് വരെ പോയി എന്ന് പറയുന്നു. ഈ തരത്തിൽ പരസ്പര വിരുദ്ധമായി പല കാര്യങ്ങൾ യദു പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്ന കാര്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് KSRTCക്ക് നൽകും. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഈ ചലച്ചിത്ര താരത്തെ പരാതി ഉന്നയിച്ച നടിയെ ഗതാഗത മന്ത്രി വിളിച്ചിരുന്നു, കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞിരുന്നു. അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. യദുവിൻ്റെ ട്രാക്ക് റെക്കോർഡ് കൃത്യമായി KSRTC പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ നടപടികളും ഉണ്ടാകും. അഭിലാഷ്, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഈ പരാതി പറഞ്ഞ നടി റോഷ്ന ആൻ ജോയിയോട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് സംസാരിച്ചത്. തന്റെ പരാതി സത്യസന്ധമെന്ന് തോന്നിയതുകൊണ്ട് ഇടപെടുന്നു എന്ന് മന്ത്രി പറഞ്ഞതായി റോഷ്ന ന്യൂസ് 18നോട് പ്രതികരിച്ചു. നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും റോഷ്ന പറഞ്ഞു. മന്ത്രി KB ഗണേഷ് കുമാർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇതുപോലെ വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇത്രയും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഒരു സ്ത്രീ എടുത്തു ചാടുമെന്ന് ഞാൻ, അതും ബോധപൂർവം എടുത്തു ചാടുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ജെന്യുവിൻ കേസായിട്ട് അദ്ദേഹത്തിന് തോന്നി, അതുകൊണ്ട് ഇതിൽ ഇടപെടുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേ ദിവസം ജോലിയിലുണ്ടായിരുന്ന MBD അവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ കണ്ടക്ടറെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് നീതി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോളിലൂടെ മനസ്സിലാക്കിയത് അദ്ദേഹം നമുക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.